നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് ക്യാമറ ഉണ്ട്. പല ആളുകളും മൊബൈൽ ഫോൺ വാങ്ങുന്നത് തന്നെ ക്യാമറ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ക്യാമറ പല ആളുകൾക്കും അതിനകത്തുള്ള സെറ്റിങ്സുകൾ പൂർണ്ണമായിട്ട് അറിയില്ല. മാത്രമല്ല ഒരു ക്യാമറ കൃത്യമായി എങ്ങനെ ഉപയോഗിക്കാം, അതിൻ്റെ സെറ്റിങ്സുകൾ എങ്ങനെ ശരിയാക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത്. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക, തീർച്ചയായിട്ടും ഉപകാരപ്പെടും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തോട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയുടെ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ക്യാമറ ഓപ്പൺ ചെയ്യാണ്. ഞാനിവിടെ മൊബൈൽ ഫോണിൻ്റെ ക്യാമറ ഓപ്പൺ ചെയ്തു. സാധാരണ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ താഴെ കാണുന്ന ഭാഗത്ത് നമുക്ക് ഡോക്യുമെൻറ്റുകൾ ഫോട്ടോ എടുക്കാനുള്ള സൗകര്യമുണ്ട്. അതായത് നമുക്ക് എന്തെങ്കിലും ഡ്രൈവിംഗ് ലൈസൻസോ മറ്റോ ഫോട്ടോ എടുക്കാനുള്ള സൗകര്യം, അതുപോലെ തന്നെ വീഡിയോ ഭാഗമുണ്ട്, ഫോട്ടോ ഭാഗമുണ്ട്. സാധാരണ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പോർട്രേറ്റ് എന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യുന്ന ഫോട്ടോ എഡിറ്റിങ്ങിൻ്റെ ആണ്. അതുപോലെ തന്നെ നൈറ്റ് മോർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മെഗാ പിക്സൽ എത്രയാണോ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. 48 മെഗാ പിക്സൽ ഫോട്ടോ എടുക്കാനുള്ള സൗകര്യം, സ്ലോ മോഷൻ, അതുപോലെ തന്നെ ടൈം ലാപ്സ്, ഷോർട്ട് വീഡിയോ, ഇതെല്ലാം നമുക്ക് ഇതിനകത്ത് ലഭ്യമാണ്. ഇതൊക്കെ അധികം ആൾക്കും അറിയുന്നതാണ്. അതുപോലെ തന്നെ ഏറ്റവും ആദ്യത്തിലേക്ക് വന്ന് നമുക്കിവിടെ പ്രോ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഓരോ മൊബൈൽ ഫോണും വ്യത്യസ്തമായിരിക്കും, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇവിടെ നമുക്ക് ലെൻസ്, വൈഡ് ആംഗിൾ ഒക്കെ നമുക്ക് എടുക്കാനുള്ള സൗകര്യം ഇതിനകത്ത് ലഭ്യമാണ്. ഇവിടെ ഏറ്റവും മുകളിൽ നമുക്ക് ഫിൽറ്റേഴ്സുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് നമ്മുടെ എടുക്കുന്ന ഫോട്ടോയിൽ എത്ര കളർഫുൾ ആക്കണം എന്നുള്ള ഫിൽറ്റേഴ്സ് ഇവിടെ സെലക്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ ഏറ്റവും മുകളിൽ ഈ റൗണ്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്യാനുള്ള സൗകര്യം ഇതിനകത്ത് ലഭ്യമാണ്. അതുപോലെ താഴെ കാണുന്ന ഭാഗത്ത് നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള സൗകര്യം. പക്ഷേ ഇതിനകത്തുള്ള സെറ്റിങ്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ മൊബൈൽ ഫോൺ വ്യത്യസ്ത സെറ്റിങ്സ് ആയിരിക്കും. ചില മൊബൈൽ ഫോണിൽ കുറച്ച് അധികം സെറ്റിങ്സുകൾ ഉണ്ടാകും, ചില മൊബൈൽ ഫോണിൽ സെറ്റിങ്സുകൾ കുറച്ച് കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ഈ എംഐയുടെ മൊബൈൽ ഫോണാണ് ഞാൻ കാണിക്കുന്നത്. ഓരോ മൊബൈൽ ഫോണും ചെക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇവിടെ ഈ ക്യാമറ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഏറ്റവും മുകളിൽ നമുക്ക് 3 ലൈൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. വലതു ഭാഗത്ത് അത് ക്ലിക്ക് ചെയ്താൽ ചില മൊബൈൽ ഫോണിൽ ഇടത് ഭാഗത്തോ താഴെ ഭാഗത്തായിരിക്കും, അത് ക്ലിക്ക് ചെയ്യുക. ചില മൊബൈൽ ഫോണിൽ സെറ്റിങ്സിൻ്റെ ഐക്കൺ ആയിരിക്കും കാണാൻ സാധിക്കാം. നമ്മളത് ക്ലിക്ക് ചെയ്യുന്നതിനകത്ത് ഒരുപാട് ഫീച്ചറുകളുണ്ട്. ഇവിടെ നമുക്ക് സെറ്റിങ്സ് ഓപ്ഷൻ കൂടെ കാണാൻ സാധിക്കും, അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ സെറ്റിങ്സിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഏറ്റവും പ്രധാനമായിട്ടൊന്ന് വാട്ടർമാർക്ക്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മളൊരു ഫോട്ടോ എടുത്താൽ അത് ഏത് ദിവസം എടുത്തു, ഏത് സമയം എടുത്തു എന്നുള്ളതും നമുക്ക് ഇവിടെ സേവ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മുടെ ഫോട്ടോയിൽ തന്നെ അത് കാണിക്കും, അത് നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കണം. ഡിവൈസ് വാട്ടർമാർക്ക് ഏത് ഫോണിൽ നിന്ന് എടുത്താണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഡിവൈസ് വാട്ടർമാർക്ക് എനേബിൾ ചെയ്ത് കൊടുക്കുക. ഡിവൈസ് വാട്ടർമാർക്ക് എനേബിൾ ചെയ്യുമ്പോൾ താഴെ കാണുന്ന ഭാഗത്ത് നിങ്ങളുടെ പേരോ മറ്റോ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. എന്നാൽ നിങ്ങൾ ആ പേരായിരിക്കും നിങ്ങളുടെ വാട്ടർമാർക്കായിട്ട് കാണാൻ സാധിക്കാം. അതായത് നിങ്ങൾക്ക് പേരും ഡേറ്റും ടൈമും നിങ്ങളുടെ ഫോട്ടോയിലും വീഡിയോയിലും കാണാൻ സാധിക്കും. താഴെ ഭാഗത്തേക്ക് വന്നാൽ രണ്ടാമത്തെ സെറ്റിങ്സ് നോക്കുക, കറക്റ്റ് ഫേസ് ഗ്രൂപ്പ് ഫോട്ടോസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇത് നമ്മൾ എനേബിൾ ചെയ്ത് കൊടുത്താൽ നമ്മുടെ മൊബൈൽ ഫോൺ നമ്മൾ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുകയാണ്, ഒരു 5 or 6 അധികം ആളുകളുള്ള ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുമ്പോൾ എല്ലാ വ്യക്തികളെയും ഫോക്കസ് ചെയ്തിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ നിങ്ങൾക്ക് ഈ ഭാഗം എനേബിൾ ചെയ്താൽ സാധിക്കും. അതായത് നമുക്ക് 5 വ്യക്തികളുണ്ടെങ്കിൽ 5 വ്യക്തികളെയും പ്രത്യേകം മാർക്ക് ചെയ്തുകൊണ്ട് ക്യാമറ റൗണ്ട് കാണിക്കും. അതിനുശേഷം നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ആ 5 പേര് കൃത്യമായിട്ട് നമ്മുടെ ക്യാമറയിൽ ഉൾക്കൊണ്ടുണ്ടാകാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ക്യാമറ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം. അതുപോലെ തന്നെ അടുത്തായിട്ട് പിക്ചർ ക്വാളിറ്റി എന്നുള്ള ഓപ്ഷൻ. പല മൊബൈൽ ഫോണിലും ഇത് ഹൈ ക്വാളിറ്റി തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇനി ഹൈ ക്വാളിറ്റിക്ക് മുകളിൽ ഏതെങ്കിലും സൈസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ചില മൊബൈൽ ഫോൺ വ്യത്യസ്തമായിരിക്കും. ഇത് ഹൈ ക്വാളിറ്റിയിലുള്ള സെലക്ഷനാണ്. ഇവിടെ സ്റ്റാൻഡേർഡ് ഉണ്ട്, ലോ ഉണ്ട്. ഹൈയിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. കൂടുതൽ നല്ല ക്വാളിറ്റിയിൽ ഫോട്ടോ എടുക്കാൻ സാധിക്കും. പക്ഷേ നിങ്ങളുടെ MB പെട്ടെന്ന് തീർന്നു പോകാൻ, നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് MB പെട്ടെന്ന് തീർന്നു പോകാൻ കാരണമാകും. സേവ് ലൊക്കേഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണിത്. നിങ്ങൾ ഏതെങ്കിലും ഫോട്ടോ എടുക്കുന്ന സമയത്ത് അതിൻ്റെ റീനെയിമിൽ നിങ്ങളുടെ ലൊക്കേഷൻ മാർക്ക് കാണാൻ സാധിക്കും. ആർക്കെങ്കിലും നിങ്ങളുടെ ഫോട്ടോ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അയക്കുന്ന സ്ഥലം കൃത്യമായിട്ട് അയാൾക്ക് അറിയാൻ സാധിക്കും. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ഇത്തരത്തിൽ സേവ് ലൊക്കേഷൻ ഇൻഫോ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്ത് നിങ്ങളൊരു ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലോ മറ്റോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഫോട്ടോ എടുത്ത് ഇരിക്കുന്ന ലൊക്കേഷൻ കൃത്യമായി കാണാനും നിങ്ങൾ ആ സ്ഥലത്തുള്ള ആളാണെങ്കിൽ നിങ്ങളെ ട്രാക്ക് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഈ ഒരു സൗകര്യം പലപ്പോഴും നമുക്ക് ഉപകാരപ്പെടുന്നതാണ്. അതുപോലെ തന്നെ ഷട്ടർ സൗണ്ട്, ഇത് നമ്മൾ ക്യാമറ ഫോട്ടോ എടുക്കുമ്പോൾ സൗണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഷട്ടർ സൗണ്ട് ഓൺ ചെയ്ത് വെക്കാം, വേണ്ടെങ്കിൽ നിങ്ങൾ ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ പോക്കറ്റ് മോഡ്, നമ്മൾ ഈ പോക്കറ്റ് മോഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പലപ്പോഴും കാണാൻ സാധിക്കും നമ്മുടെ പോക്കറ്റിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ക്യാമറ ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആയി വരും. പല ആളുകളും പറയാണ്ട് മൊബൈൽ ഫോൺ ബാഗിലേക്കോ അല്ലെങ്കിൽ പോക്കറ്റിലേക്കൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങളുടെ ക്യാമറ ഓട്ടോമാറ്റിക്കലി ഓണായി വരുന്നത് ബുദ്ധിമുട്ടാണെന്ന് പറയാറുണ്ട്. ഈ പോക്കറ്റ് മോഡ് ഇത്തരത്തിൽ ഓഫ് ചെയ്ത് വെച്ചുകൊണ്ടാണ്. അത് നിങ്ങൾ നേരെ പോക്കറ്റ് മോഡ് ഒന്ന് ഓൺ ചെയ്ത് കൊടുത്താൽ മതി, ആ പ്രശ്നങ്ങൾക്ക് പരിഹരിക്കാൻ സാധിക്കും. ഓരോ മൊബൈൽ ഫോണിനും സെറ്റിങ്സുകൾ വ്യത്യസ്തമായിരിക്കും. പ്രത്യേകിച്ച് അത്യാവശ്യമായ സെറ്റിങ്സുകളാണ് നമ്മൾ പരിശോധിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.